അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹുക്സ് ലോ ആണ്. ഹുക്സ് ലോ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ ഫിഗർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു സർഫസ് എടുത്തിട്ടുണ്ട്. ആ സർഫസിൽ ഒരു സൈഡിൽ സ്പ്രിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്പ്രിങ്ങുമായിട്ടൊരു മാസുള്ളൊരു ബ്ലോക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതാണ്. ആ ബ്ലോക്ക് ഇനീഷ്യലി ഇതാ ഇവിടെ ആയിരുന്നു കേട്ടോ. ഇനീഷ്യലി ബ്ലോക്ക് ഇവിടെയാണുള്ളത്. എന്നിട്ട് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഈ ബ്ലോക്ക് എന്ത് ചെയ്തു, ഡിസ്പ്ലേസ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തത് കാരണം ഡിസ്റ്റൻസ് ഇപ്പുറത്താണ് ഈ ബ്ലോക്ക് നിൽക്കുന്നത്. നോക്കൂ, ഇവിടെ x=0 എന്ന് കണ്ടോ. ഇതാണ് ഇതിൻ്റെ മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ ഒറിജിനൽ പൊസിഷൻ ഈ ലെവലാണ്. നിലവിലിപ്പോൾ ഇത് നിൽക്കുന്നത് ഈ ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തത് ഈ ഡയറക്ഷനിലാണെങ്കിൽ ഈ സ്പ്രിങ് അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അതാണ് സ്പ്രിങ് ഫോഴ്സ് Fs. അതിൻ്റെ ഡയറക്ഷൻ അതിൻ്റെ നേരെ നമ്മൾ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും സ്പ്രിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡയറക്ഷനിൽ സ്പ്രിങ് ഫോഴ്സ് ആക്ട് ചെയ്തെങ്കിലല്ലേ അതിൻ്റെ മീൻ പൊസിഷനിലേക്ക് ഈ ബ്ലോക്കിന് എത്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ അടുത്ത പോയിൻ്റ് ഇതാണ്. നമ്മൾ സ്പ്രിങ് ഫോഴ്സ് ഇവിടെ സ്പ്രിങ്ങിൽ ഡെവലപ്പ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി ആ സ്പ്രിങ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മളിതാ ഇത്രയും ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം കുറച്ചും കൂടെ കൂടുതലായിട്ട് വലിച്ചിട്ട് ഈ ബ്ലോക്ക് ഇവിടെ കൊണ്ടെത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഇത്രയും ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ച്, നമ്മൾ വലിക്കുന്നത് കൂടുന്നതിനനുസരിച്ച് ഈ സ്പ്രിങ് ഫോഴ്സിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ഇതാണ് ഹുക്സ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഹുക്സ് ലോ? ഹുക്സ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നതാണ് സ്പ്രിങ് ഫോഴ്സ് സ്പ്രിങ് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്തിന്? ഡിസ്പ്ലേസ്മെൻറ്റ് എക്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. എവിടെ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എടുക്കുന്നത്? ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ മീൻ പൊസിഷനിൽ നിന്നുള്ള ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും സ്പ്രിങ് ഫോഴ്സ് എന്നാണ് ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രിങ് ഫോഴ്സിനെ ഇവിടെ സ്പ്രിങ് ഫോഴ്സിന് F എന്നാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഞാനതൊന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് എസ്സും കൂടെ ചേർക്കുന്നത്. സ്പ്രിങ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്, ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണലാണ്. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് നമ്മൾ ഈക്വൽ ടു എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ടുവരണം. അതാണ് K. ഓക്കെ, ഇവിടെ നോക്കൂ, ഞാനിവിടെ Fs =Kx എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം -Kx ആണ്. എന്താണ് ഈ മൈനസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? നോക്കൂ, ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുത്തുന്നത് എങ്കിൽ സ്പ്രിങ് ഫോഴ്സ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുന്നത്. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ സ്പ്രിങ് ഫോഴ്സ് നെഗറ്റീവ് ആയിരിക്കും. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ സ്പ്രിങ് ഫോഴ്സ് പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് ഈ നെഗറ്റീവ് സൈനിൻ്റെ മീനിങ്. ഓക്കെ, ഞാൻ ഈ സ്പ്രിങ് കംപ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്ക് ഇവിടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കൂ, മീൻ പൊസിഷൻ ഇതാണ്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത് നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്പ്രിങ് ഫോഴ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സ്പ്രിങ് കംപ്രസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് സ്പ്രിങ്ങിലുണ്ടാവുന്ന ഫോഴ്സ് പോസിറ്റീവ് ഡയറക്ഷൻ റൈറ്റ് സൈഡിലേക്കല്ല ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവോ നെഗറ്റീവോ ആവാം, അതിനനുസരിച്ചായിരിക്കും സ്പ്രിങ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ സ്പ്രിങ് ഫോഴ്സ് നെഗറ്റീവ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ സ്പ്രിങ് ഫോഴ്സ് പോസിറ്റീവ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് കാണിക്കാനാണ് ഇവിടെ നെഗറ്റീവ്. ഓക്കെ, ഇവിടെ ഒരു K കോൺസ്റ്റൻറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ Kനെയാണ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഈ സ്പ്രിങ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ പെർ മീറ്റർ. അതെങ്ങനെയാണ് വരുന്നത്? സ്പ്രിങ് ഫോഴ്സ് Fs =Kx. അങ്ങനെയാണെങ്കിൽ K നമുക്ക് സ്പ്രിങ് ഫോഴ്സ് ബൈ എക്സ് എന്ന് എഴുതിക്കൂടെ? സ്പ്രിങ് ഫോഴ്സ് Fsൻ്റെ യൂണിറ്റ് എന്താ? ഫോഴ്സ് ന്യൂട്ടൺ. എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അതിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ. അങ്ങനെ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് എഴുതാം. അതല്ലെങ്കിൽ
10⁻⁻⁻1. ഓക്കെ, അടുത്തത് സ്പ്രിങ്, സ്റ്റിഫ് സ്പ്രിങ് ആണെങ്കിൽ, അതായത് നല്ല കട്ടിയുള്ള സ്പ്രിങ് ആണെങ്കിൽ കെൻ്റെ വാല്യൂ ലാർജ് ആയിരിക്കുമെന്നും സോഫ്റ്റ് സ്പ്രിങ് ആണെങ്കിൽ കെൻ്റെ വാല്യൂ സ്മോൾ ആയിരിക്കുമെന്നും കൂടെ നോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഡെറിവേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്. സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എപ്പോഴാണ് സ്പ്രിങ്ങിൽ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ആവുന്നത്? നമ്മളൊരു സ്പ്രിങ് എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുത്തി കഴിഞ്ഞാൽ ആ സ്പ്രിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ് ഡിസ്പ്ലേസ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ആവുന്നുണ്ട്. ഈ സ്പ്രിങ് മീൻ പൊസിഷനിലാണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? ഇല്ല, കാരണം അവിടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ 0 ആണ്. ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് പൊട്ടൻഷ്യൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഡെറിവേഷൻ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ സ്പ്രിങ് ഫോഴ്സ് F = -kx എന്നല്ലേ ഹുക്സ് ലോ പ്രകാരം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. വർക്ക് = x1 to x2 F dx. ഇതാണ് വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സെയിം ഇക്വേഷൻ എഴുതി. അവിടെ x1 to x2 എന്ന് എഴുതുന്നത് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. x1 എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ പൊസിഷൻ. x2 എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ പൊസിഷൻ, ഇനീഷ്യലി ബ്ലോക്ക് ഇവിടെ x = 0 അതുകൊണ്ടാണ് ഇനീഷ്യൽ പൊസിഷൻ x1 പകരം 0 എന്ന് കൊടുത്തത്. ഫൈനൽ പൊസിഷൻ x2 എന്താണ്? x2 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ ഫൈനൽ പൊസിഷൻ x2 എന്താണ്? x ആണ്. അങ്ങനെയാണ് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ ഇൻ്റഗ്രൽ 0 to x F dx എന്നായിട്ട് മാറിയത്. ഇനി ഇവിടെ ഫോഴ്സ് എന്താണെന്ന് നമുക്കറിയാം, -kx ആണ്. ഈ -kx ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കൂ, അടുത്ത സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് ഇവിടെ എഴുതിയിട്ടില്ല, അതാണ് ഞാൻ എഴുതാൻ പോകുന്നത്. മൈനസ് അത് അതേപോലെ ഞാൻ എഴുതി. ഇനി കെ എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കോൺസ്റ്റൻ്റ് എഴുതേണ്ട ആവശ്യമില്ല, കെ പുറത്തെടുത്തു. ബാക്കി നമ്മൾ 0 to x dx. എക്സിനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രേഷൻ നമുക്കറിയാം, -k പുറത്തുണ്ട്. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x² എന്നായിരിക്കും വരുന്നത്. ഓക്കെ, x² dx. ഇവിടെ ലിമിറ്റ് 0 to x ആണ്. ഇൻ്റഗ്രേഷൻ കഴിഞ്ഞാൽ നമ്മൾ ലിമിറ്റ് റൈറ്റ് സൈഡിൽ 0 to x ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്ത സ്റ്റെപ്പ് ഞാൻ കുറച്ച് മേലൊക്കെ എഴുതുന്നുണ്ട്. ഇവിടെ -k ഓൾറെഡി അവിടെ ഉണ്ടല്ലോ, x². അതിൽ നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എക്സിന് പകരം അപ്പർ ലിമിറ്റ് കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് ലോവർ ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ അപ്പർ ലിമിറ്റ് എന്താണ്? അപ്പർ ലിമിറ്റ് എക്സിന് പകരം അപ്പർ ലിമിറ്റ് എക്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? x² എന്ന് വരും. ഒരു മൈനസ് കൊടുത്തതിന് ശേഷം ലോവർ ലിമിറ്റ് 0 ആണ്. 0 കൊടുത്തു കഴിഞ്ഞാൽ 0² എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? -k പുറത്തുണ്ട്, x² അതിലൊന്നും ചെയ്യാനില്ല. റൈറ്റ് സൈഡിൽ 0² അപ്പോൾ അവിടെ 0 ആണ് വരുന്നത്, അത് ഞാൻ എഴുതുന്നില്ല. അടുത്ത സ്റ്റെപ്പ് നോക്കൂ, -k. ഇനി ഈ /2 ഞാനിങ്ങോട്ട് മാറ്റി എഴുതി കഴിഞ്ഞാൽ, ഹാഫ് എന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ ഉള്ളത്? kx² ആണുള്ളത്. അങ്ങനെ -12 kx² എന്ന് കിട്ടി. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, -12 kx². ഇതാണ് വർക്ക് ഡൺ. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് വർക്ക് ഡൺ = -kx² ആണ്. ആക്ച്വലി നമുക്ക് വർക്ക് ഡൺ ആണോ കണ്ടുപിടിക്കാനുള്ളത്? നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കാനുള്ളത്. എപ്പോഴും നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വർക്കാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ സ്പ്രിങ്ങിൽ എത്രത്തോളം പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ആയിട്ടുണ്ട് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ ചെയ്ത വർക്കിനല്ലേ. നമ്മൾ എക്സ്റ്റേണലി നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കുന്നു, എത്ര വർക്ക് ചെയ്യുന്നു, അതിനെയാണ്
ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ഡിസ്പ്ലേസ്മെൻറ്റാണ് പൊട്ടൻഷ്യൽ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി യു കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വർക്ക് ഡൺ കണ്ടുപിടിച്ചാൽ മതി. വർക്ക് ഡൺ തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം. ദിസ് വർക്ക്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഈ വർക്ക് ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത് എന്ന് പറയാം. അങ്ങനെ പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ ഹാഫ് kx² എന്ന് കിട്ടി. ഇവിടെ ഈ സൈന് നോക്കേണ്ട കാര്യമില്ല, വർക്ക് ഡൺ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് വർക്ക് നെഗറ്റീവ് ആയത്. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മാഗ്നിറ്റ്യൂഡ് ഹാഫ് kx² ആണ്. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഈ ഡെറിവേഷനിൽ ചിലർക്കെങ്കിലും ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്? ഇൻ്റഗ്രേഷൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് ഞാൻ പറയാം. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇൻ്റഗ്രൽ x⁻n dx ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് x⁻n+1/n+1. ഇതാണ് ഇൻ്റഗ്രേഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ x² dx ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? എക്സ് പവർ എന്ത് വന്നാലും, പവർ ഇവിടെ n ആണ്. n ആണെങ്കിൽ n+1, 2 ആണെങ്കിൽ 2 + 1 3. ഈ പവർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടെ. x⁻10 dx ആണെങ്കിൽ എന്താണ് ആൻസർ? x⁻10+1 11/11. ഇതാണ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന രൂപം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ ഇൻ്റഗ്രൽ x ആണ് ചെയ്തത്. ഇൻ്റഗ്രൽ x ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പവർ 1 ആണ്. പവർ 1 ആയതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഈ ഇൻ്റഗ്രേഷൻ്റെ സിമ്പിൾ ഇടേണ്ട കാര്യമില്ല. ഈക്വൽ ടു എക്സ്, പവർ ഇവിടെ 1 ആണല്ലോ, 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 2/2. അങ്ങനെയാണ് നമുക്കിവിടെ x², ഇവിടെ നോക്കൂ x²/2. ആ /2 ആണ് ഇങ്ങോട്ട് മാറ്റി എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇൻ്റഗ്രേഷൻ. ഇനി ചിലർക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിൽ ഡൗട്ട് ഉണ്ടാവും. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മളിവിടെ x²/2 ഇൻ്റഗ്രേഷൻ ലിമിറ്റ് 0 to x ആയിരുന്നു നമ്മുടെ ലിമിറ്റ്. അപ്പോൾ അത് 0 to x ആവുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഞാൻ വേറൊരു ലിമിറ്റ് ഇടാം. സപ്പോസ് ആ ലിമിറ്റ് 1 to 2 ആണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്? എക്സിന് പകരം ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് 2 ആണ്. അപ്പോൾ 2² മൈനസ്, ഇവിടെ ഇനി അടുത്ത ലിമിറ്റ് എന്താണ്? അടുത്ത ലിമിറ്റ് 1 ആണ്. അപ്പോൾ എക്സിന് പകരം 1 കൊടുത്താൽ 1²/2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ആൻസർ എന്ത് വരും? 2² എന്താണ്? 4/2 മൈനസ് 1² എന്താണ്? 1/2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരും? 3/2 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ലിമിറ്റ് 0 to x അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ട് കാണുക. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ് ഡെറിവേഷൻ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഡെറിവേഷൻ പറഞ്ഞതിന് ശേഷമാണ് ഇൻ്റഗ്രേഷനും ലിമിറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഇൻ്റഗ്രേഷൻ എങ്ങനെയാണെന്നും ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും കൂടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റായിട്ട് ഡെറിവേഷൻ മനസ്സിലാക്കാൻ കഴിയും. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഓഫ് എ ഓസിലേറ്റിംഗ് സ്പ്രിങ്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ പൊസിഷനിലാണ് ഇനീഷ്യലി സ്പ്രിങ് ഉള്ളത്. മീൻ പൊസിഷനിലുള്ള സ്പ്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെയാണ് ആ ബ്ലോക്ക് ഉള്ളത്. അപ്പോൾ അതിന് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യാൻ പോവാണ്? ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കാൻ പോവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സ്പ്രിങ് ഇനീഷ്യലി ഇവിടെ ആയിരുന്നു. ഞാൻ ഈ ഫോഴ്സ് കൊടുത്തത് കാരണം ഈ ബ്ലോക്ക് നിലവിൽ ഇവിടെയാണുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ അപ്ലൈഡ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ബ്ലോക്ക് തിരിച്ച് മീൻ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കുമോ? ഇല്ല. അത് പിന്നെന്താവും? പിന്നെ അത് ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് അതൊന്ന് കംപ്രസ് ആവും.
അപ്പോൾ അങ്ങനെ കംപ്രസ്സായ സ്പ്രിങ് പിന്നെയും തിരിച്ച് വന്നിട്ട് മീൻ പൊസിഷനിൽ വന്ന് നിൽക്കുമോ? അതും ചെയ്യില്ല. വീണ്ടും അതെന്താവും? എക്സ്പാൻഡ് ആവും. അങ്ങനെ എക്സ്പാൻഷൻ, കംപ്രഷൻ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്കത് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഞാനൊരു ഫോഴ്സ് കൊടുത്തിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഞാൻ എത്ര എക്സ്പാൻഷനാണോ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഇങ്ങോട്ടുള്ള കംപ്രഷനും. അപ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്തു, കംപ്രസ് ചെയ്തു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്പ്രിങ് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കും, എവിടെയായിരിക്കും മാക്സിമം സ്പീഡ്? അത് ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം സ്പീഡ് അത് അതിൻ്റെ മീൻ പൊസിഷനിലായിരിക്കും. മിനിമം സ്പീഡ് എവിടെയായിരിക്കും? അത് അതിൻ്റെ എക്സ്ട്രീം പൊസിഷൻ, അതായത് ഈ എൻഡിലും ഈ എൻഡിലും ആയിരിക്കും അതിൻ്റെ മിനിമം സ്പീഡ്. എങ്ങനെയാണ് മീൻ പൊസിഷനിൽ മാക്സിമം സ്പീഡും എക്സ്ട്രീം പൊസിഷനിൽ മിനിമം സ്പീഡും ആവുന്നത് എന്ന് വിഷ്വലൈസ് ചെയ്യാൻ കഴിയാത്തവർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ബോക്സ് ഇതാ ഇവിടെയാണുള്ളത്. ഇനി അതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കൂടി വരും. ഇവിടെ ആയിരിക്കും സ്പീഡ് മാക്സിമം. ഇനി അത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കുറഞ്ഞ് ഈ പോയിൻ്റ് എത്തുമ്പോൾ അതിൻ്റെ സ്പീഡ് 0 ആയിട്ടാണ് തിരിച്ചത് റിട്ടേൺ ചെയ്യുന്നത്. തിരിച്ച് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? സ്പീഡ് കൂടി വരും. മീൻ പൊസിഷനിലെത്തുന്ന സമയത്ത് സ്പീഡ് മാക്സിമം ആവും. സ്പീഡ് മാക്സിമം ആയിട്ട് പിന്നെയും എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കുറഞ്ഞ് ഈ പൊസിഷനിലെത്തുന്ന സമയത്ത്, എക്സ്ട്രീം പൊസിഷനിലെത്തുന്ന സമയത്ത് സ്പീഡ് കുറഞ്ഞ് 0 ആവും. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഈ എക്സ്ട്രീം പൊസിഷൻ അത് ഇവിടെയാണെങ്കിലും സ്പീഡ് 0 ആണ്, അല്ലെങ്കിൽ സ്പീഡ് മിനിമം ആണ്. ഇവിടെയാണെങ്കിലും സ്പീഡ് മിനിമം ആണ്. ഇനി ഈ മീൻ പൊസിഷനിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം സ്പീഡിലാണ് പാസ് ചെയ്തു പോയത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മീൻ പൊസിഷനിൽ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ് എന്ന് നമുക്കൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടോട്ടൽ എനർജി കാണാൻ പോവാണ്. ടോട്ടൽ എനർജി കാണുന്നത് എങ്ങനെയാണ്? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. അതിൽ ടോട്ടൽ എനർജിക്ക് നമ്മൾ ½kxm² എന്നാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ടോട്ടൽ എനർജി ½ kxm² ആയത് എന്നുള്ളത് നിങ്ങൾ ഫിഗർ നോക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയിൽ നമുക്ക് ഡൗട്ടില്ല, ½ kx². ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളൂ. കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ ½ ആണെന്ന് നമുക്കറിയാം. ഈ ബ്ലോക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യും കൈനറ്റിക് എനർജി. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി mgh അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. സ്പ്രിങ്ങിലുള്ള പൊട്ടൻഷ്യൽ എനർജി mgh അല്ല, സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജി ½ kx² ആണ്. തൊട്ട് മുമ്പ് നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. അപ്പോൾ റൈറ്റ് സൈഡ് ഇത് ഓക്കെയാണ്. ലെഫ്റ്റ് സൈഡിൽ എങ്ങനെയാണ് ½ kxm² ആവുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, കൺസർവേറ്റീവ് ഫോഴ്സ് പറഞ്ഞ സമയത്ത് സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി അത് പൊട്ടൻഷ്യൽ എനർജി. ഈ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്നത് എക്സ്ട്രീം പോയിൻറ്റ്സിലാണ്. എങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജി എക്സ്ട്രീം പോയിൻറ്റ്സിൽ മാക്സിമം ആവുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്ട്രീം പോയിൻറ്റ്സിൽ വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി 0 ആയാൽ കൈനറ്റിക് എനർജി 0 ആണ്. നമുക്കറിയാം ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജി 0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയെങ്കിലല്ലേ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആവാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ എക്സ്ട്രീം പോയിൻറ്റിലെ ടോട്ടൽ എനർജി നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഈ പോയിൻറ്റിലാവുന്ന സമയത്ത് ഇവിടെ കൈനറ്റിക് എനർജി 0 ആണ്. പൊട്ടൻഷ്യൽ എനർജിയോ? പൊട്ടൻഷ്യൽ എനർജി ½ kx² ആണ് പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ. അതിൽ എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? xm ആണ്. അങ്ങനെയാണെങ്കിൽ ½ kxm² ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ എനർജി എന്തായിരിക്കും? ടോട്ടൽ എനർജി ഞാൻ എക്സ്ട്രീം പോയിൻറ്റിലുള്ള ഈ പോയിൻറ്റിലുള്ള ടോട്ടൽ എനർജിയാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പോയിൻറ്റിലെ ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ഇപ്പോൾ ഈ പോയിൻറ്റിൽ എക്സ്ട്രീം പോയിൻറ്റിൽ കൈനറ്റിക് എനർജി 0 ആണ്. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ½ kxm² എന്ന് കിട്ടി. ½ kxm² എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ എനർജി അറ്റ്
ടോട്ടൽ എനർജി അറ്റ് എക്സ്ട്രീം പോയിൻ്റ് എന്താണ്? ഹാഫ് കെ എക്സ് എം സ്ക്വയർ ആണ്. അങ്ങനെയാണ് ടോട്ടൽ എനർജി ഹാഫ് കെ എക്സ് എം സ്ക്വയർ ആയത്. ടോട്ടൽ എനർജി കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ബ്ലോക്ക് ഏത് പോയിന്റിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. പക്ഷേ എക്സ്ട്രീം പോയിന്റിൽ ടോട്ടൽ എനർജി കണ്ടുപിടിക്കുന്നത് കുറച്ചും കൂടെ എളുപ്പമാണ്. കാരണം ഇവിടെ കൈനറ്റിക് എനർജി 0 ആണ്. ഇവിടുത്തെ ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയതുകൊണ്ടാണ് ടോട്ടൽ എനർജി നമ്മളിങ്ങനെ എഴുതിയത്. ഇനി അടുത്തത് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ എക്സിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് സ്ക്വയർ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. എന്തുകൊണ്ടാണ്? എക്സ് 0 ആയാൽ ഹാഫ് കെ എക്സ് സ്ക്വയർ ടോട്ടൽ ടേം 0 ആയിട്ട് മാറുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ടേം 0 ആയാൽ പിന്നെ ബാക്കി ഈ എക്സ്പ്രഷനിൽ എന്താണുള്ളത്? ഹാഫ് കെ എക്സ് എം സ്ക്വയർ അത് ലെഫ്റ്റ് സൈഡിലുണ്ട്. റൈറ്റ് സൈഡിൽ ഇത് 0 ആയി പോയി. ബാക്കി ഹാഫ് എം വി സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്ത് കളയാം? ഹാഫ് കട്ട് ചെയ്യാം. ബാക്കി എന്താണുള്ളത്? നമുക്ക് വി, മീൻ പൊസിഷനിലുള്ള അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള വി മാക്സിമം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മീൻ പൊസിഷനിലുള്ള സ്പീഡിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹാഫ് കട്ട് ചെയ്തു. ഇനി ബാക്കി എന്താണുള്ളത്? കെ എക്സ് എം സ്ക്വയർ ഈക്വൽ ടു എം വി സ്ക്വയർ. ഈ എം ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ കെ ബൈ എം എക്സ് എം സ്ക്വയർ ഈക്വൽ ടു വി സ്ക്വയർ. നമ്മൾ വി കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ സൈഡിലെല്ലാം റൂട്ട് എടുക്കണം. ലെഫ്റ്റ് സൈഡിൽ റൂട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ എക്സ് എം സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് എം ആയിട്ട് മാറും. കെ എമ്മിന് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ റൂട്ട് കെ ബൈ എം ആവും. കെ ബൈ എമ്മിന് റൂട്ട് എടുത്താൽ റൂട്ട് കെ ബൈ എം. അങ്ങനെ വെലോസിറ്റി സ്പീഡ് ഈക്വൽ ടു റൂട്ട് കെ ബൈ എം എക്സ് എം എന്ന് കിട്ടി. അടുത്തായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷൻ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇക്വിലിബ്രിയം പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. കാരണം എന്താണ്? ഇക്വിലിബ്രിയം പൊസിഷനിൽ എക്സിൻ്റെ വാല്യൂ 0 ആണ്. എക്സിൻ്റെ വാല്യൂ 0 ആയാൽ ഈ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ടേം മൊത്തമായിട്ട് 0 ആയിട്ട് പോകും. അതേ സമയത്ത് കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. കാരണം ഇക്വിലിബ്രിയം പൊസിഷനിൽ വെലോസിറ്റി എന്താണ്? മാക്സിമം ആണ്. അങ്ങനെയാണ് കൈനറ്റിക് എനർജി മാക്സിമം ആവുന്നത്. ഇനി അടുത്തത് എക്സ്ട്രീം എൻസിലാണെങ്കിലോ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും, കൈനറ്റിക് എനർജി 0 ആയിരിക്കും. എങ്ങനെ കൈനറ്റിക് എനർജി 0 ആവുന്നത്? കൈനറ്റിക് എനർജി 0 ആവുന്നത് സ്പീഡ് 0 ആണ് എക്സ്ട്രീം പോയിന്റിൽ. അങ്ങനെയാണ് കൈനറ്റിക് എനർജി 0 ആവുന്നത്. ഓക്കെ, അടുത്ത ഗ്രാഫിക്കൽ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഇടയ്ക്ക് ഈ ഗ്രാഫ് തന്നിട്ട് ഈ ഗ്രാഫിൻ്റെ ഷേപ്സ് മാർക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷേപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഗ്രാഫ് എന്താണ്? കൈനറ്റിക് എനർജിയാണ്. അതെങ്ങനെ കൈനറ്റിക് എനർജി ആണെന്ന് മനസ്സിലാവുന്നത്? നമുക്കറിയാം കൈനറ്റിക് എനർജി ഈസ് മാക്സിമം അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ. നോക്കൂ, ഇതല്ല ഇക്വിലിബ്രിയം പൊസിഷൻ. മീൻ പൊസിഷൻ 0th പൊസിഷൻ ഇതാണ്. ഇവിടെ മാക്സിമം ആവണമെങ്കിൽ അതെന്തായിരിക്കും? അത് കൈനറ്റിക് എനർജി ആയിരിക്കും. ഇനി നിങ്ങൾക്ക് നോക്കാം, എക്സ്ട്രീം പോയിന്റിൽ കൈനറ്റിക് എനർജി എന്താണ്? 0 ആണ്. ഇത് 0th ലൈനല്ലേ? എനർജി ഈ ആക്സിസ് ആണ്. ഓക്കെ, എനർജിൻ്റെ 0 ലെവലാണ് ഇത്. 0 ലെവൽ എക്സ്ട്രീം പോയിന്റിലും 0 ആണ്. ഈ എക്സ്ട്രീം പോയിന്റിലും പോസിറ്റീവ് എക്സ്ട്രീമിലും 0 ആണ്, നെഗറ്റീവ് എക്സ്ട്രീമിലും 0 ആണ്. അത് കൈനറ്റിക് എനർജിൻ്റെ കേസിലല്ലേ സംഭവിക്കുന്നത്. അടുത്ത പൊട്ടൻഷ്യൽ എനർജി യു ആണ്. പൊട്ടൻഷ്യൽ എനർജിൻ്റെ സിമ്പിൾ കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ എക്സ്ട്രീം പോയിന്റിലാണ് നോക്കൂ മാക്സിമം വരുന്നത്. മീൻ പൊസിഷനിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആണ്. ഇനി ടോട്ടൽ എനർജിയോ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. കൈനറ്റിക് എനർജി കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കുറയുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് പവർ. പവറിൻ്റെ ഇക്വേഷനാണ് വർക്ക് ബൈ ടൈം. ഇത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ് പവർ. പവറിന് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, എഫ് ഡോട്ട് വി.
എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ നോക്കൂ, പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം അല്ലേ. വർക്ക് എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് എസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ പറയാം എസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം വെലോസിറ്റിയാണ്. ഇവിടെ എഫ് ഓൾറെഡി ഉണ്ട്, അത് എഴുതിയിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം വെലോസിറ്റി. ഓക്കെ, അങ്ങനെ പവറിന് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ചെയ്താലും നമുക്ക് പവർ കിട്ടും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്കും എനർജിയൊക്കെ എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. എന്നതുപോലെ പവറും എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതേ സമയത്ത് ഡയമെൻഷൻ ഫോർമുല വർക്കിനും എനർജിക്കും സെയിം ആയിരുന്നു. പവറിൻ്റെ ഡയമെൻഷൻ ഫോർമുല mL²T⁻³ ആണ്. ഇനി ഈ പവറിൻ്റെ യൂണിറ്റ്സ് ആണ് വാട്ട്, ഹോഴ്സ് പവർ. ഇത് രണ്ടും പവറിൻ്റെ യൂണിറ്റ്സ് ആണ്. അതിൽ SI യൂണിറ്റ് വാട്ടാണ്. ഇനി ഈ വാട്ട്സിനെ SI യൂണിറ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? 1 HP = 746 വാട്ട്സ്. എക്സാമിന് ചില സമയത്ത് ചോദിക്കാം, മുമ്പ് ചോദിച്ചിട്ടുണ്ട് 1 HP = ഡാഷ് വാട്ട്. എന്താണ് ആൻസർ? 746 വാട്ട്സ് ആണ് ആൻസർ. ഓക്കെ, നമ്മൾ നേരത്തെ എനർജിൻ്റെ യൂണിറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു 1 kWh. അത് ജൂളായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 3.6 × 10⁻⁶ ജൂൾസ്. അതെങ്ങനെയാണ് ഈ വാല്യൂ വന്നത് എന്നുള്ളത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കറിയാം ഇവിടെ 1 kWh എന്നാണ് കൊടുത്തിട്ടുള്ളത്. SI യൂണിറ്റ്, പവറിൻ്റെ SI യൂണിറ്റ് കിലോ വാട്ടാണോ? അല്ല, വാട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1 കിലോവാട്ടിനെ വാട്ടാക്കാൻ വേണ്ടിയിട്ട് 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇവിടെ നോക്കൂ, കിലോ വാട്ട് ഹവർ, ഹവറിനെ നമുക്ക് സെക്കൻഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 60 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മിനിറ്റ് ആക്കാൻ കഴിയും. ഇൻറ്റു 60 മൾട്ടിപ്ലൈ ചെയ്താൽ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 10⁻³ ഇൻറ്റു 60 × 60 3600. ഇനി ഞാൻ ഈ രണ്ട് സീറോസ് 10ൻ്റെ പവറിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? 10ൻ്റെ പവറിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 10⁻³ × 3600 ആണുള്ളത്. അപ്പോൾ ഞാൻ ഈ 36 ഇവിടെ സെപ്പറേറ്റ് മാറ്റി എഴുതി. ഇൻറ്റു 10⁻⁵ എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഇനി അടുത്തത് ഞാൻ ഈ 36നെ 3.6 എന്ന് എഴുതുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 10⁻⁵ ഉള്ളത് 6 ആക്കിയാൽ മതി. ഇത്രയും ജൂൾസാണ് 1 kWh എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്.